നമസ്കാരം, ന്യൂസ് സ്കാനിലേക്ക് ഏവർക്കും സ്വാഗതം. രാജസ്ഥാനിലെ BJP സർക്കാർ കടുത്ത നിയമവശങ്ങൾ ചേർത്തുകൊണ്ട് കൊണ്ടുവന്ന മതപരിവർത്തന നിരോധന നിയമം പ്രാബല്യത്തിൽ വന്നതും അതിനെതിരെ ഭാരത കത്തോലിക്ക മെത്രാൻ സമിതി കോടതിയിൽ പോയതും പോയ വാരത്തിലെ പ്രധാനപ്പെട്ട വാർത്തയായിരുന്നു. ആളുകളെ നിർബന്ധിതമായും വഞ്ചനാപരമായും കൂട്ടമായും മതപരിവർത്തനങ്ങൾക്ക് വിധേയമാക്കിയാൽ അതിന് കടുത്ത ജയിൽ ശിക്ഷയും കനത്ത പിഴയും വ്യവസ്ഥ ചെയ്യുന്ന നിയമമാണ് രാജസ്ഥാൻ സർക്കാർ പ്രാബല്യത്തിൽ കൊണ്ടുവന്നത്. നിയമവിരുദ്ധമായി മതപരിവർത്തനങ്ങളെ തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് സർക്കാർ ഈ നിയമം പാസാക്കിയത്. നിർബന്ധിച്ചും സമ്മർദ്ദത്തിൽ ആഴ്ത്തിയും നടമാടുന്ന മതപരിവർത്തന നീക്കങ്ങൾ തടയേണ്ടത് തന്നെയാണ്. എന്നാൽ ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുവാനും വിശ്വസിക്കുന്ന മതത്തെ പ്രചരിപ്പിക്കുവാനുമുള്ള സ്വാതന്ത്ര്യം അവകാശമായി പൗരന് നൽകിയിരിക്കുന്ന ഇന്ത്യൻ ഭരണഘടന നിലനിൽക്കുന്ന കാലത്തോളം നിർബന്ധമല്ലാത്ത സ്വന്തം ഇഷ്ടപ്രകാരമുള്ള മതപരിവർത്തനങ്ങളെ കൂടെ പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിൽ അതിലേക്ക് കൂടെ ഈ കരിനിയമങ്ങൾ എത്തുകയും ഒപ്പം ന്യൂനപക്ഷ സമുദായങ്ങളെ നിയന്ത്രിക്കുവാനും അവരുടെ ആരാധനാ സ്വാതന്ത്ര്യങ്ങളെ ഭീതിയിലാഴ്ത്തുവാനും ചില അധികാര സ്ഥാനങ്ങളിലിരിക്കുന്നവർ ഈ നിയമമെടുത്ത് ഉപയോഗിക്കുന്നു എന്നുള്ള വിമർശനം ശക്തമായിരിക്കുകയാണ്. തന്നെയുമല്ല, ദുരുപയോഗത്തിന് ഏറ്റവും കൂടുതൽ സാധ്യത നൽകുന്ന വിധത്തിൽ ഭരണകൂടത്തിന് അതിരില്ലാത്ത അധികാരം നൽകുന്ന തരത്തിലുള്ള ക്ലോസുകൾ ചേർത്തിരിക്കുന്നതിനാൽ ക്രൈസ്തവ സമൂഹത്തെ കൃത്യമായി സമ്മർദ്ദത്തിൽ ആഴ്ത്തിക്കൊണ്ട് സുവിശേഷ യോഗങ്ങൾ, ക്രൈസ്തവ സ്ഥാപനങ്ങളുടെ നടത്തിപ്പ്, ക്രൈസ്തവ ആശയ പ്രചരണം, പരിശുദ്ധ ബൈബിൾ വിതരണം, സമുദായ പ്രവർത്തനം തുടങ്ങിയ എല്ലാ പ്രവർത്തനങ്ങളും എപ്പോൾ വേണമെങ്കിലും കുറ്റകൃത്യമായി ചിത്രീകരിക്കപ്പെടാവുന്ന സാഹചര്യമാണ് ഉളവായിരിക്കുന്നത്. കഴിഞ്ഞ കുറെ കാലങ്ങളായി നോർത്ത് ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവ ആരാധനകൾക്ക് നേരെയും ക്രൈസ്തവ സമൂഹത്തിന് നേരെയും നടമാടുന്ന ആക്രമണ നീക്കങ്ങൾ തികച്ചും ഏകപക്ഷീയവും ചില വർഗീയ ഭീകരതയുടെ അജണ്ടകൾക്ക് അനുസൃതമായിട്ടാണെന്നുമുള്ള കാര്യത്തിന് തെല്ലും തർക്കമില്ല. ഇന്ത്യയുടെ ഭരണഘടന നൽകുന്ന മതസ്വാതന്ത്ര്യത്തിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിൽ ഉടനീളമുള്ള ക്രൈസ്തവ സഭകളുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വ്യത്യസ്തമായ മതപ്രചരണ അജണ്ടകൾ വെച്ച് പുലർത്തുന്ന മറ്റു മതസ്ഥരെ സംബന്ധിച്ചിടത്തോളം ക്രൈസ്തവ സമൂഹത്തിന്റെ പ്രവർത്തനങ്ങളെ പൂട്ടിക്കെട്ടുക എന്ന അജണ്ട തന്നെയാണ് ഈ നിയമങ്ങൾക്ക് പിമ്പിലെന്ന് ന്യായമായും ബോധ്യമാകുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ക്രൈസ്തവ സമൂഹത്തിനെതിരെയുള്ള അത്തരം നീക്കങ്ങളെ ഉറപ്പിക്കുന്ന തെളിവുകൾ നിരത്തിക്കൊണ്ടാണ് ഷെക്കേന ബിഗ് ഡിബേറ്റിൽ പങ്കെടുത്ത് ഹൈക്കോടതി അഭിഭാഷകയായ വിമല ബിനു നിലപാട് വ്യക്തമാക്കിയത്. മതപരിവർത്തന നിയമപ്രകാരം അറസ്റ്റ് ചെയ്യപ്പെട്ടവരോ ക്രൈം രജിസ്റ്റർ ചെയ്യപ്പെട്ടവരോ ആരും തന്നെ മതപരിവർത്തനം നടത്തിയിട്ടല്ല ഇത്തരത്തിലുള്ള ഒഫൻസുകളിൽ ചാർജ് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതും കൂടെ വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ഇതിൽ ഒരു കേസിൽ പോലും അവർ മതപരിവർത്തനം നടത്തിയിട്ടില്ല. ഇല്ലാതെ തന്നെ അവർക്കെതിരെ ഒഫൻസുകൾ ചാർജ് ചെയ്തിരിക്കുകയാണ്. ഏതെങ്കിലും വ്യക്തികൾക്കോ സംഘടനകൾക്കോ വൈരാഗ്യമുണ്ടെങ്കിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ മേൽക്കൈക്ക് വേണ്ടിയിട്ടോ ഇത്തരത്തിലുള്ള കേസുകൾ അവർക്ക് ലോഞ്ച് ചെയ്താൽ തന്നെ അവർക്ക് ഫുൾ പ്രൊട്ടക്ഷൻ ആണ്. സോ വാട്ട് ഈസ് ടു ബി ഡൺ ഈസ് നമ്മൾ ഓരോരുത്തരും ഇതിനെ ഗ്രാസ് റൂട്ട് ലെവലിൽ തന്നെ ഇതിനെക്കുറിച്ചുള്ള പൊതുബോധവും അവയർനെസ്സും കൊണ്ടുവരേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അതോടൊപ്പം തന്നെ സഭ സ്ട്രോങ് ആയിട്ട് ഇതിനെതിരെ നിലകൊള്ളണം. കാരണം ഇന്ത്യയിൽ ജീവിക്കാനും ഇന്ത്യയിൽ നമ്മുടെ മതവിശ്വാസങ്ങളെ മുറുകെ പിടിക്കാനും നമ്മുടെ മതവിശ്വാസം വേണമെങ്കിൽ ഏറ്റു പറയാനുമുള്ള സ്വാതന്ത്ര്യം എന്നത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന നമുക്ക് ഉറപ്പ് നൽകിയിരിക്കുന്ന സ്വാതന്ത്ര്യമാണ്. അങ്ങേയറ്റം ഭീകരമായ യാഥാർത്ഥ്യങ്ങളാണ് അഡ്വക്കേറ്റ് വിമല തുറന്നു കാട്ടിയത്. അഡ്വക്കേറ്റിന്റെ വാക്കുകൾ ശക്തമായി തന്നെ നാം പങ്കുവെക്കേണ്ടതാണ്. രാജസ്ഥാൻ സർക്കാർ പുറപ്പെടുവിച്ചിരിക്കുന്ന ഈ മതപരിവർത്തന നിരോധന നിയമത്തിന്റെ നിയമപരമായ സാധുതയെ ചോദ്യം ചെയ്തുകൊണ്ട് അതിനെതിരെ കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ സുപ്രീം കോടതിയെ സമീപിക്കുകയും വിഷയത്തിൽ ഹർജി പരിഗണിച്ച സുപ്രീം കോടതിയുടെ ബെഞ്ച് സംസ്ഥാന സർക്കാരിന് നോട്ടീസ് നൽകുകയും ഒപ്പം മറ്റ് സംസ്ഥാനങ്ങളിലെ മതപരിവർത്തന വിരുദ്ധ നിയമങ്ങളെ ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജികളോടൊപ്പം CBCIയെ കക്ഷി ചേർത്തിരിക്കുകയാണ്. സമ്മർദ്ദത്തിലൂടെയുള്ള മതപരിവർത്തനങ്ങൾ നടത്തിയെന്ന് ആരോപിക്കപ്പെടുന്ന വ്യക്തികളുടെയോ സ്ഥാപനങ്ങളുടെയോ സ്വത്ത് കണ്ടുകെട്ടുവാനും സ്ഥാപനങ്ങളും കെട്ടിടങ്ങളും പൊളിച്ചു മാറ്റുവാനുമുള്ള രാജസ്ഥാൻ സർക്കാരിന്റെ നീക്കങ്ങളും കോടതിയുടെ ഇടപെടലില്ലാതെ തന്നെ പോലീസിനെ ഉപയോഗിച്ച് അത് നടപ്പിലാക്കുവാനുള്ള നീക്കങ്ങളാണ് രാജസ്ഥാനിലെ നിയമത്തിൽ വ്യക്തമാകുന്നത്. ഇത് നിയമാനുസൃതമായ നടപടിക്രമങ്ങളുടെ മാർഗനിർദ്ദേശ തത്വങ്ങൾ പാലിക്കുന്നില്ലെന്നും സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ശിക്ഷാ നടപടികൾ സ്വീകരിക്കുവാൻ സാധ്യതയുണ്ടെന്നുള്ള കൃത്യമായ ആശങ്കയാണ് CBCI മുൻപോട്ട് വെച്ചത്. ഇന്ത്യൻ സമൂഹത്തിൽ അങ്ങേയറ്റം ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉളവാക്കാൻ പോകുന്ന രാജസ്ഥാൻ സർക്കാരിന്റെ അത്തരം ഏകപക്ഷീയമായ നീക്കങ്ങളെ കുറിച്ച് സുപ്രീം കോടതി അഭിഭാഷകനായ ഡോക്ടർ അലക്സ് ജോസഫ് ഷെക്കേന ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞ ചില ശ്രദ്ധേയമായ കാര്യങ്ങൾ കേൾക്കുക. നിർബന്ധിത മതപരിവർത്തന നിരോധന നിയമമല്ല, ഇതിനെ നിർബന്ധിത പുനഃപരിവർത്തന നിയമം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ബാക്കിയുള്ള മൈനോറിറ്റി ആയിട്ട് ആരൊക്കെ അവശേഷിച്ചിട്ടുണ്ടോ അവരെയൊക്കെ തിരിച്ച്
കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചുള്ള നിയമമാണെന്ന് വേണമെങ്കിൽ മനസ്സിലാക്കുന്നത്. ആരും എപ്പോഴും വേണമെങ്കിലും ടാർഗറ്റ് ചെയ്യപ്പെടും. ഈ നിയമത്തിലെ ഓരോ കാര്യങ്ങളും വായിച്ചു നോക്കുമ്പോൾ ഇതിന്റെ ഉദ്ദേശശുദ്ധി വളരെ ക്ലിയർ ആണ്. അവശേഷിച്ചിരിക്കുന്ന മൈനോറിറ്റിയെ സപ്രസ് ചെയ്യാമെന്ന് മാത്രമല്ല, അതിനെ റീകൺവേർട്ട് ചെയ്യാന്നുള്ള ഉദ്ദേശം കൂടിയുണ്ട്. അത് ഫോഴ്സ്ഫുൾ റീകൺവേർഷൻ ആകാം. എന്തുകൊണ്ട് റീകൺവേർഷൻ ആകാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ അലൂർമെന്റും എംപ്ലോയ്മെന്റും മറ്റു കാര്യങ്ങളും ഒക്കെ മതപരിവർത്തനം, അവരുടെ എയർലി റിലീജിയനിലേക്ക് തിരിച്ചു പോകുന്നതിന് തടസ്സമല്ല. കംപ്ലീറ്റ്ലി ഒരു ഡ്രാക്കോണിയൻ ലോ ആണ്. ഇതൊരു മനുഷ്യത്വരഹിതമായ, നമ്മളെ വീണ്ടും ഏതോ ഒരു ജനാധിപത്യ വിരുദ്ധ സംവിധാനത്തിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിലാണ് ഈ നിയമം ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇതിന്റെ ഉദ്ദേശശുദ്ധി വളരെ ക്ലിയർ ആണ്. ഇത് മതപരിവർത്തന നിരോധന നിയമമല്ല. ഇത് ഗർവാപ്പസിയെ പ്രോത്സാഹിപ്പിക്കാനും, അത് പ്രോത്സാഹനം മാത്രമല്ല, ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും ജീവിക്കാനും ഏതൊരു അവകാശമുണ്ട്. പക്ഷെ അതിനെ തീർത്തും ഇല്ലായ്മ ചെയ്യാന്ന് മാത്രമല്ല, ഒരു കിടന്നതിൻ്റെതായ ഗർവാപ്പസിയെ ഈവൻ ഔട്ട് ഓഫ് കമ്പൽഷൻ, കാരണം അൺലോഫുൾ മീൻസ് ഉപയോഗിച്ച് പുനഃപരിവർത്തനം നടത്തി കഴിഞ്ഞാൽ എഫ്ഐആറിന്റെ കുറ്റമല്ല. ഈ വിഷയത്തിൽ കത്തോലിക്ക മെത്രാൻ സമിതിയുടെ ഹർജി പരിഗണിച്ച സുപ്രീം കോടതി രാജസ്ഥാൻ സർക്കാരിന് നോട്ടീസ് അയച്ചതിലൂടെ കോടതി അനുകൂലമായ നിലപാടുകൾ സ്വീകരിക്കുമെന്ന പ്രതീക്ഷയിലാണ് സഭ മുഴുവനും. വിവിധ മതങ്ങളും അവരുടെ അനുഷ്ഠാനങ്ങളുമെല്ലാം സമഭാവനയോടെ വർത്തിക്കുന്ന അന്തരീക്ഷം തന്നെയാണ് ഇക്കാലമത്രയും ഇന്ത്യയിൽ ഇന്നുവരെ ദൃശ്യമായിട്ടുള്ളത്. തികച്ചും വ്യത്യസ്തമായ മതവിശ്വാസങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും ഒക്കെ കൊണ്ട് പല തരക്കാരായ മനുഷ്യർക്ക് ഒരു സാമൂഹ്യ വ്യവസ്ഥിതിക്ക് കീഴിൽ സമഭാവനകളോടെ പ്രവർത്തിച്ച് മുൻപോട്ട് പോകുവാൻ കഴിയുമെന്നും അധികാര രാഷ്ട്രീയത്തിലും മറ്റിതര അവകാശങ്ങളിലുമെല്ലാം തുല്യ പങ്കാളിത്തത്തോടെ മുന്നേറുവാനാകുമെന്നും ലോകത്തിന് മുൻപിൽ കാണിച്ചു കൊടുത്ത ഇന്ത്യയിലെ വിവിധ മതങ്ങളുടെ ഭഗസ്വരതകളും നാനാത്വത്തിലും വെട്ടിത്തിളങ്ങി നിൽക്കുന്ന ഇന്ത്യയുടെ ഉദാത്തമായ ഏകത്വമെല്ലാം ലോകത്ത് ഏറെ പ്രകീർത്തിക്കപ്പെട്ടത് തന്നെയാണ്. എന്നാൽ അടുത്ത കുറെ കാലങ്ങളായി ഇന്ത്യയുടെ ഉന്നതമായ മതേതര ബോധത്തെ വച്ച് തകർത്തുകൊണ്ട് നോർത്ത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിയമം കയ്യിലെടുത്തുകൊണ്ട് നടമാടുന്ന ചില തീവ്ര ഹിന്ദുത്വ അജണ്ടകളുടെ വാക്താക്കൾ മതപരമായ മേൽക്കോയ്മകൾ ഉറപ്പിക്കുന്നതിനായി നടത്തിക്കൊണ്ടിരിക്കുന്ന സായുധ കലാപ നീക്കങ്ങൾ വിജയിപ്പിച്ചുകൊണ്ട് പാവപ്പെട്ട കന്യാസ്ത്രീകളെയും പാസ്റ്റർമാരെയും വിശ്വാസികളെയും എല്ലാം ക്രൂരമായി മർദ്ദിച്ചും അവരുടെ പേരിൽ കള്ളക്കേസെടുത്തും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന അജണ്ടകളിൽ ഒന്നാണ് ഇപ്പോൾ രാജസ്ഥാനിൽ ആസൂത്രിതമായി തന്നെ സാധൂകരിക്കപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യയിലെ 12 സംസ്ഥാനങ്ങളിലാണ് സമാനമായ മതപരിവർത്തന നിരോധന നിയമം പ്രാബല്യത്തിലുള്ളത്. സംഘടിത ശക്തി കാട്ടിക്കൊണ്ട് ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന മേൽക്കോയ്മകളുടെ വിചാരണകളും ആൾക്കൂട്ട കൊലപാതകങ്ങളും കള്ളക്കേസുകളെടുത്തുള്ള ജയിൽ അടക്കലും നിർബാധം തുടരുന്ന ഛത്തീസ്ഗഡിന്റെ ചുറ്റുവട്ടങ്ങളിൽ അതിതീവ്രമായ മത അജണ്ടകളുടെ ആകെ തുകയെന്ന് കരുതപ്പെടാവുന്ന ഈ നീക്കത്തെയും ഛത്തീസ്ഗഡ് കോടതി അതിന് കൊടുത്തിരിക്കുന്ന സപ്പോർട്ടിനെയും സുപ്രീം കോടതി വിശകലനം ചെയ്യേണ്ടത് തന്നെയാണെന്ന കാര്യത്തിൽ തർക്കമില്ല. ക്രൈസ്തവ ന്യൂനപക്ഷത്തിനെതിരെ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ട് ദിവസേന കുപ്രസിദ്ധമായി കൊണ്ടിരിക്കുന്ന ഛത്തീസ്ഗഡിലാണ് ഇപ്പോൾ ചില തീവ്ര ഹിന്ദുത്വ സംഘടനകൾ തങ്ങളുടെ അജണ്ടകൾ നടപ്പിലാക്കിയിരിക്കുന്നത്. നിർബന്ധിത മതപരിവർത്തനം തടയാനെന്ന വ്യാജേനെ ഛത്തീസ്ഗഡിലെ 8 ഗ്രാമങ്ങളിലാണ് ക്രൈസ്തവ സുവിശേഷ പ്രവർത്തകരും പാസ്റ്റർമാരും പരിവർത്തിത ക്രൈസ്തവരും പ്രവേശിക്കുന്നത് നിരോധിച്ചുകൊണ്ടുള്ള ബോർഡുകൾ സ്ഥാപിച്ചത്. ഇന്ത്യൻ ഭരണഘടനയുടെ 19 മുതൽ 25 വരെയുള്ള ക്ലോസുകളിൽ ഇന്ത്യൻ പൗരന് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുവാനും വിശ്വസിക്കുന്ന മതത്തെ പ്രചരിപ്പിക്കുവാനുമുള്ള അവകാശവും സ്വാതന്ത്ര്യവും വ്യക്തമായിരിക്കെ ഈ നിരോധന ബോർഡുകൾ ഭരണഘടനാ വിരുദ്ധമല്ലെന്നായിരുന്നു കുറച്ചു മുൻപ് ഛത്തീസ്ഗഡ് കോടതി പറഞ്ഞത്. അത് ഏത് മാനദണ്ഡത്തിലാണെന്ന് മാത്രം മനസ്സിലാകാതെ ആശയക്കുഴപ്പം തുടരുന്നതിനിടയിലാണ് പുതിയ നീക്കങ്ങൾ. ഇത്തരം നീക്കങ്ങൾ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ വലിയ ഭയം സൃഷ്ടിച്ചിരിക്കുന്നതിനിടയിൽ ഇത്തരത്തിലുള്ള നിയമങ്ങൾ ചില മത തീവ്ര ശക്തികൾക്ക് അഴിഞ്ഞാടാനുള്ള സാഹചര്യം ഒരുക്കുമെന്ന കാര്യത്തിൽ തെല്ലും സംശയമില്ല. നിയമമില്ലായിടത്ത് ഏറ്റുവാങ്ങിയ പീഡനങ്ങളേക്കാൾ അധികമായിരിക്കും നിയമങ്ങൾ വന്നതിന് ശേഷമുള്ള ക്രൈസ്തവ സമൂഹത്തിൻ്റെത്. അതേക്കുറിച്ച് ഒഡീഷയിലെ ക്രൈസ്തവ സന്യസ്തരുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന മീഡിയ കോർഡിനേറ്ററായ സിസ്റ്റർ ടെസി ജേക്കബ് ഷെക്കേന ചർച്ചയിൽ പങ്കെടുത്ത് പറഞ്ഞത് ഇപ്രകാരമായിരുന്നു. ഇതൊക്കെ എന്ത് നിയമമാണ്? ഒരു കാട്ടിലെ നിയമം പോലെ ആർക്കും എന്തും ചെയ്യാം എന്നുള്ളത്. സർക്കാർ നിയമം കൊണ്ടുവന്നേക്കുന്നത് അത് നല്ലൊരു ഇന്റൻഷൻ വെച്ചായിരിക്കണം, അല്ലാണ്ട് ആർക്കും എന്തും ചെയ്യാം എന്നുള്ളതല്ല. അവിടെ വിധി വരുന്നു ആദ്യം, പിന്നീടാണ് വിചാരണ വരുന്നത്. അതിന് സർക്കാർ ഒരു മാറ്റം കൊണ്ടുവരണം. ഇങ്ങനെയൊക്കെ ഒരു കൺവേർഷൻ നടക്കുന്നുണ്ട്, അതിനെ തടയണം എന്നുണ്ടെങ്കിൽ അതിനൊരു പ്രോപ്പർ ആയിട്ടുള്ള ലോ വേണം. അതുപോലെ തന്നെ ഒരു പ്രോപ്പർ ഓഡിറ്റിംഗ് നടത്തിയിരിക്കണം. എന്താണ് ഇപ്പം എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനിലും കൂടെ കൺവേർഷൻ നടക്കുന്നുണ്ടെങ്കിൽ നോർത്ത് ഇന്ത്യയിലേക്ക് എന്തുമാത്രം ക്രിസ്ത്യൻസ് ആയാലും ബൈ നൗ എത്രയോ സ്കൂളുകൾ 95% നോൺ ക്രിസ്ത്യൻസ് ആണ്. പക്ഷെ എത്രമാത്രം പിള്ളേർ അവിടെ കൺവേർട്ട് ചെയ്യപ്പെടുന്നുണ്ട്? ഇല്ല. പിന്നീട് എന്താണെന്ന് വെച്ചാൽ
ഇങ്ങനത്തെ ഈ ലോ ഉള്ളത് കൊണ്ട് നമ്മളിപ്പോ ഈ ലോക്കലായിട്ട് ആൾക്കാരെയൊക്കെ, അതായത് അന്യമതത്തിൽ നിന്നുള്ള ആൾക്കാരെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ എംപ്ലോയ് ചെയ്യാനോ ജോലി കൊടുക്കാനൊക്കെ നമുക്കൊരു ചെറിയൊരു പേടിയാണ്. കാരണം എന്താണ് വരുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് എപ്പോഴും നമ്മളൊരു വി ആർ ബൗണ്ട് ടു ഫീൽ ത്രെറ്റൻഡ്. അങ്ങനെ ഒരു അനാവശ്യമായ ഫിയർ ആണ് ഇത് കൊണ്ടുവരുന്നത്. നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല ആരാണ് നമുക്ക് അനുകൂലം ആരാണ് നമുക്ക് പ്രതികൂലം എന്നുള്ളത്. ചിലപ്പോൾ പോലീസ് പറയും ഓക്കെ ഞങ്ങൾ നിങ്ങളെ സംരക്ഷിക്കാം, അല്ലെങ്കിൽ ലോക്കൽ MLAs പറയും ഞങ്ങൾ നിങ്ങളെ സംരക്ഷിക്കാനുള്ളതാണ്. പക്ഷെ എങ്കിൽ പിന്നെ എവിടെ നിന്നാണ് ഈ അറ്റാക്ക് വന്നത്? എവിടെ നിന്നാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കും? എന്തുകൊണ്ട് നമുക്കൊരു പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ഒരു ഇത് വരുന്നില്ല? പക്ഷെ എല്ലാ കേസുകളും അങ്ങനെ അല്ലായിരിക്കും ചെയ്യാം. ചില കേസുകളിൽ പോലീസ് അത് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് വെരി വെൽ ആയിട്ട്. എനിക്ക് തോന്നുന്നത് ഡിപ്പെൻഡ്സ് ഓൺ ദ സിറ്റുവേഷനും ആരാണെന്നുള്ളതൊക്കെ. ചിലപ്പോൾ ഈ ട്രൈബൽസിന്റെ ഒക്കെ സിറ്റുവേഷനിലൊക്കെ വരുമ്പോഴത്തേനും അവിടെ മോബ് അത് ഓൾറെഡി അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞു. അതേസമയം ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഒക്കെ വരുമ്പോൾ ഒരു ഇത്തിരിയും കൂടെ നമ്മൾ സേഫ് ആകാൻ ഒരു ചാൻസ് ഉണ്ട്, വളരെ മിനിമം ദോ. നമ്മുടെ സോഷ്യൽ റിലേഷൻഷിപ്പ് ഓൾസോ അനുസരിച്ചിരിക്കും. പക്ഷെ എന്നാലും അതൊരു ഭയങ്കര കോംപ്ലിക്കേറ്റഡ് കാര്യം തന്നെയാണ്. നമുക്കറിയത്തില്ല ആരാണ് നമുക്കൊപ്പം ആരാണ് നമുക്ക് എഗെയിൻസ്റ്റ് എന്നുള്ളത്. മുൻപ് BJP വക്താവായിരുന്ന നുപൂർ ശർമ്മയ്ക്കെതിരെ ഇല്ലാത്ത പ്രവാചക നിന്ന കോലാഹലങ്ങളുമായി ഇസ്ലാമിസ്റ്റുകൾ ഉറഞ്ഞു തുള്ളിയപ്പോൾ ഇന്ത്യയുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പറഞ്ഞത് എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുന്നതാണ് നമ്മുടെ സംസ്കാരമെന്നായിരുന്നു. എന്നാൽ ഇപ്പോൾ കുറച്ച് ഹൈന്ദവവാദികളുടെ അജണ്ടകളുടെ ഭാഗമായി ഇന്ത്യയിലെ ഗ്രാമങ്ങളിലേക്ക് ക്രൈസ്തവർക്കും സുവിശേഷ പ്രവർത്തകർക്കും പ്രവേശന വിലക്ക് ഏർപ്പെടുത്തുകയും തൊട്ടു പിന്നാലെ രാജസ്ഥാൻ പോലെയുള്ള സംസ്ഥാനത്ത് കിരാതമായ വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് മതപരിവർത്തന നിരോധന നിയമങ്ങൾ പാസാക്കുകയും ചെയ്തുകൊണ്ട് ക്രൈസ്തവ ന്യൂനപക്ഷത്തിന്റെ അവകാശങ്ങളെ അട്ടിമറിക്കുന്ന നീക്കങ്ങൾ തുടങ്ങുകയും ചെയ്തിരിക്കയാൽ അന്ന് പറഞ്ഞ വാക്കിന്റെ ആത്മാർത്ഥത ഉറപ്പിച്ചുകൊണ്ട് ഈ തീവ്ര നടപടികൾ എടുത്തു കളയാൻ ഭരണകൂടം അടിയന്തിരമായി ഇടപെടേണ്ടിയിരിക്കുന്നു. നിർബന്ധിതമല്ലാത്ത മതപരിവർത്തനങ്ങൾക്ക് നിയമപരമായ പിന്തുണയുള്ള ഈ രാജ്യത്ത് ഈ വർഗീയവാദികൾ അഴിച്ചുവിട്ടിരിക്കുന്നത് പാകിസ്ഥാൻ പോലെയുള്ള രാജ്യങ്ങളിൽ ന്യൂനപക്ഷത്തിനെതിരെ അടിച്ചേൽപ്പിച്ചിരിക്കുന്ന പ്രവാചക നിന്ന നിയമത്തിന് തത്തുല്യമായ നിയമം തന്നെയാണ്. വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ പ്രവാചകനെ നിന്ദിക്കുന്നവർക്ക് വധശിക്ഷ തന്നെ കൊടുക്കണമെന്നാണ് പാകിസ്ഥാൻ അടക്കമുള്ള തീവ്ര ഇസ്ലാമിക രാഷ്ട്രങ്ങളിലെ മത തീവ്രവാദികൾ ശഠിക്കുന്നത്. ഖുർആൻ വചനങ്ങൾ എഴുതിയ പേപ്പറിന്റെ അടുത്ത് നിൽക്കുന്ന അന്യമതസ്ഥനെതിരെ പ്രവാചക നിന്ന ചാർജ് ചെയ്യുന്ന പതിവാണ് പാകിസ്ഥാനിലെ ഇസ്ലാമിസ്റ്റുകൾ പൊതുവെ അനുവർത്തിച്ചു വരുന്നത്. അതിപ്പോൾ അതേ പാറ്റേണിൽ തന്നെ ഇന്ത്യയിലെ തീവ്ര ഹിന്ദുത്വ അജണ്ട പേറുന്ന സർക്കാരുകളും അവരുടെ അണികളും ഉയർത്തിപ്പിടിച്ചിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള ഏകപക്ഷീയമായ മതപരിവർത്തന നിരോധന നിയമങ്ങൾ ഇല്ലാത്ത കാലത്ത് പോലും മത തീവ്രവാദികൾ അഴിഞ്ഞാടിയ ചരിത്രമുള്ള ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള ഒരു നിയമം സാധുവായാൽ ഉറപ്പായും അത് ദുരുപയോഗിക്കപ്പെടുക തന്നെ ചെയ്യും. നാനാജാതി മതസ്ഥർ തിങ്ങിപ്പാർക്കുന്ന ഇന്ത്യൻ സമൂഹത്തിൽ സർക്കാർ നിർമ്മിക്കുന്ന നിയമങ്ങളെല്ലാം രാജ്യത്തിന്റെയും പൗരന്മാരുടെയും നന്മയ്ക്ക് ഉതകുന്ന തരത്തിലുള്ളതായിരിക്കണം. ചില സംഘടിത ശക്തികളുടെ ചട്ടുകങ്ങളായി തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകൾ തരം താണ് പോകുന്നത് രാജ്യത്തിന് ഒട്ടും ശുഭകരമല്ല. ഭയമുളവാക്കുന്ന പൊതുബോധം കേരളത്തിലെ മാധ്യമങ്ങൾ ഇപ്പോൾ കൊണ്ടുപിടിച്ച ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് നടിയെ ആക്രമിച്ച കേസിലെ കോടതി വിധിയെ കുറിച്ചാണ്. ഒരു സിനിമാ നടിയെ ശാരീരികമായി ആക്രമിച്ച കേസിൽ ഒരു സിനിമാ നടനെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് കോടതിയിൽ നടന്ന വിചാരണകളെക്കാൾ ശക്തമായി മാധ്യമങ്ങൾ നടത്തിയ വിചാരണ കോലാഹലങ്ങൾ ഇവിടുത്തെ വലുതും ചെറുതുമായ മാധ്യമങ്ങൾക്ക് മാരകമായ സെൻസേഷൻ ഉണ്ടാക്കിയ ആ വാർത്തയെ ചുറ്റിപ്പറ്റി രണ്ട് പക്ഷങ്ങൾ പ്രബലമായപ്പോൾ നിഷ്പക്ഷരായി ചിന്തിക്കുന്നവർ കോടതിയുടെ വിധിക്കായി കാത്തിരിക്കുകയായിരുന്നു. 8.5 വർഷങ്ങൾ നീണ്ട വിചാരണകൾക്കൊടുവിൽ ആദ്യത്തെ 6 പ്രതികൾക്ക് ശിക്ഷ നൽകിക്കൊണ്ടും ശേഷിക്കുന്ന 5 പ്രതികളെ വിട്ടയച്ചുകൊണ്ടും കോടതി വിധി പ്രസ്താവിച്ചു. ഈ കോടതിയുടെ വിധിയിൽ നിന്ന് നീതി കിട്ടിയില്ല എന്ന് തോന്നുന്ന പരാതിക്കാരിക്ക് മേൽക്കോടതികളിൽ പോകാം. അതിനുള്ള അനുവാദം നമ്മുടെ നിയമവ്യവസ്ഥയിലുണ്ട്. എന്നാൽ മറ്റുള്ളവരുടെ നിലപാട് കോടതിയെ മാനിക്കുന്നത് തന്നെയായിരിക്കണം. നിയമവാഴ്ചയിലും രാജ്യത്തിന്റെ നീതിന്യായ കോടതിയിലും വിശ്വാസമുള്ളവർ കോടതി വിധിയെ വിശ്വസിക്കുകയും കോടതി ശിക്ഷിച്ചവരെ കുറ്റവാളികളായും വെറുതെ വിട്ടവരെ നിരപരാധികളായും അംഗീകരിക്കേണ്ടതാണ്. എന്നാൽ കേരളത്തിൽ കണ്ടത് കോടതി വിധിയെ വലിച്ചു കീറിക്കൊണ്ടും വിധി പ്രസ്താവിച്ച ജഡ്ജിയെ അവഹേളിച്ചുകൊണ്ടും നടമാടിയ ക്രൂരമായ മാധ്യമ വിചാരണകളായിരുന്നു. ജഡ്ജി പ്രതിയെ കണ്ടപ്പോൾ എഴുന്നേറ്റ് നിന്ന് നമസ്കരിച്ചു.
ജഡ്ജി പണം വാങ്ങി അത്തരത്തിൽ ശക്തവും പ്രചണ്ഡവുമായ മാധ്യമ വിചാരണകളായിരുന്നു അരങ്ങേറിയത്. ദിനംപ്രതി ശക്തമായിക്കൊണ്ടിരുന്ന അത്തരം പ്രതിഷേധങ്ങൾക്കൊടുവിൽ സമൂഹത്തെ ഞെട്ടിച്ചുകൊണ്ട് കോട്ടിട്ട ഒരു വക്കീൽ പറഞ്ഞത് കോടതിയല്ല ജനങ്ങളാണ് ഇതൊക്കെ തീരുമാനിക്കേണ്ടതെന്നായിരുന്നു. റിട്ടയർമെന്റ് അടുത്ത ചില പ്രൊഫഷണലുകൾ പൊട്ടിക്കരഞ്ഞും രാജ്യഭീഷണി മുഴക്കിച്ചും പ്രതിഷേധിക്കുന്നു. 8ഓളം വർഷങ്ങൾ കോടതി വാദം കേട്ടിട്ട് അതിൽ ഒരു വിധി പ്രസ്താവം നടത്തുമ്പോൾ അത് അംഗീകരിക്കാതെ അതിനെതിരെ ക്ലാസ് വാറിന് പ്രേരിപ്പിക്കുന്ന തരത്തിൽ ഇത്ര ശക്തമായി ജനങ്ങളെ ഇളക്കി വിടുന്നത് ആരാണെന്ന കാര്യം ഇപ്പോൾ തെല്ല് ഭയാനകമായിരിക്കുകയാണ്. ഇത്തരത്തിൽ ജനങ്ങളെ രംഗത്തിറക്കി എഴുതപ്പെട്ട വിധി ന്യായങ്ങളെ അട്ടിമറിക്കുവാൻ പോകുന്ന തരത്തിൽ കോടതിക്കെതിരെ ജനങ്ങളെ രംഗത്തിറക്കിക്കൊണ്ട് നടത്തുന്ന നീക്കങ്ങൾക്ക് പിന്നിൽ ആരായിരുന്നാലും അത് നമ്മുടെ സമൂഹത്തിൽ ഉളവായത് കടുത്ത പ്രതിസന്ധി തന്നെയായിരിക്കും. ന്യൂസ് സ്കാൻ ഇനി അടുത്തയാഴ്ച.